കുവൈറ്റിലെ അബ്ബാസിയിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളി കുടുംബത്തിന്റെ മൃതദേഹങ്ങൾ നാളെ നാട്ടിലെത്തിക്കും. രാവിലെ 9 മണിക്ക് എമിറേറ്റ്സ് എയർവേസിന്റെ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുന്ന മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. വി ജയശങ്കർ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഉന്മേഷ്, നാളെ രാവിലെ 9 മണിയോടുകൂടി ഈ കുടുംബത്തിലെ 4 അംഗങ്ങളുടെയും മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ ഒരുക്കിയ പ്രത്യേക ആംബുലൻസിൽ ഈ മൃതദേഹങ്ങൾ ഇവരുടെ തിരുവല്ലയിലെ വീട്ടിലെത്തിക്കും. ഇതിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ എയർപോർട്ടിലെത്തുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾ ചേർന്നായിരിക്കും സ്വീകരിക്കുക. ഈ കൊടിക്കുന്നിൽ സുരേഷ് എംപിയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയത്. ഈ വലിയ തോതിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട കത്തയച്ചിരുന്നു. ഈ കോൺഗ്രസ് തന്നെയാണ് അവിടെ പ്രാദേശികമായി ഈ ബോഡി നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ ബോഡി നാളെ 9 മണിയോട് എത്തും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗം ഈ മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായി ഒരു കുടുംബത്തിലെ 4 പേർ മരിക്കുന്ന ദാരുണ സംഭവം ഉണ്ടായത്. ഇവർ ഈ അടുത്താണ്. ശരി ജയശങ്കർ, ഏതായാലും അവരുടെ മൃതദേഹങ്ങൾ നാളെ എത്തിക്കും. രാവിലെ 9 മണിക്ക് നെടുമ്പാശ്ശേരിയിലായിരിക്കും മൃതദേഹങ്ങൾ എത്തിക്കുക. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.